ഓക്കെ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് വളരെ ഗാംഭീര്യമേറിയ ഘനഗംഭീര്യമുള്ള ആ ഡൂവിന്റെ ആ കുടുക്ക് പൊട്ടിക്കുന്ന തിരക്കിലായിരുന്നു. ഒരിത്തിരി പാറ പൊട്ടിച്ച് കഴിയുമ്പോഴുള്ളൊരു ക്ഷീണമൊക്കെ ഇപ്പൊ അനുഭവപ്പെടുന്നുണ്ടാവും. അതുകൊണ്ട് ഒരു ശകലം മോരും വെള്ളം കുടിക്കുന്ന പോലെ, സംഭാരം കുടിക്കുന്ന പോലെ ഒരിത്തിരി നേരം പോക്കാവും. ഇന്നത്തെ ക്ലാസ് ഒരല്പം ആശ്വാസമാവട്ടെ. കുറച്ച് പണിയെടുത്തിട്ടുണ്ട് എല്ലാവരും. ഓക്കെ, അപ്പോൾ ഒരല്പം ആശ്വാസത്തിന് വേണ്ടിയിട്ട് ടുഡേയ്സ് ക്ലാസ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഓൺ സം ഫൺ ഫാക്ട്സ്. ഇപ്പൊ ഫൺ ഫാക്ട്സ് എന്നുള്ളൊരു കോമൺ തീമിലാണ് നമ്മളിപ്പോ കുറച്ച് ദിവസമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഒരിത്തിരി നേരം പോക്ക് തന്നെയാവാം. അതിൽ നമ്മള് പക്ഷെ ഈ സംഗതികള് കഴിഞ്ഞ ക്ലാസ്സിലെ വിഷയവുമായിട്ട് ഒരല്പം ബന്ധമുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. നമ്മളത് പറയാൻ കാരണം, ഇപ്പൊ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ പറഞ്ഞു കുറെ കാലമായി ഞാൻ പഠിപ്പിക്കുന്നു. ഇതിന്റെ ഇടയിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വരുന്ന കുട്ടികൾ പോലും, ഈവൻ കുറച്ച് മുതിർന്ന ആളുകളാണെങ്കിൽ പോലും വരുത്തുന്ന കോമൺ ആയിട്ടുള്ള ചില മിസ്റ്റേക്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, നമ്മളിപ്പോ ഒരാളോട് നിങ്ങൾ ലണ്ടനിലേക്ക് പോയിട്ടുണ്ടോ, ലണ്ടൻ തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും സ്ഥലത്തേക്ക് ബോംബെയിലേക്കോ ചെന്നൈയിലേക്കോ ഒക്കെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെയുള്ള ആളുകൾ, മിക്കവാറും ആളുകൾ അവരുടെ ആ ഒരു അറിവ് വെച്ചിട്ട് അവർ ചോദിക്കുക ഹാവ് യു ഗോൺ ടു ലണ്ടൻ, ഹാവ് യു ഗോൺ ടു ട്രിവാൻഡ്രം, അങ്ങനെ ആ ഹാവ് യു ഗോൺ ടു എന്നേ ചോദിക്കൂ. ശരിക്കും നമ്മളുടെ ഒരു ധാരണ പ്രകാരം അത് കറക്റ്റ് ആണെന്നാണ്. പക്ഷെ അത് ശരിയല്ല, അങ്ങനെ ചോദിക്കാൻ പാടില്ല. ശരിക്കും ഗോ എന്ന വെർബിന്റെ തേർഡ് ഫോം ഗോ, വെന്റ്, ഗോൺ, ഗോൺ എന്നതാണ്. അത് ശരിയാണ്. ആ ഒരു അർത്ഥത്തിൽ നമുക്ക് ഹാവ് യു ഗോൺ എന്ന് ചോദിക്കാം, സ്ട്രക്ചർ ശരിയാണ്. പക്ഷെ അത് പറയേണ്ടത് ഒരു സിറ്റുവേഷൻ ഡിഫറെന്റ് ആണ്. നമ്മൾ ഹാവ് ഗോൺ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം ഇംഗ്ലീഷ് ഭാഷയുടെ നിയമം അനുസരിച്ച് ഹാവ് ഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആള് സ്ഥലം വിട്ടു കഴിഞ്ഞു, ഇപ്പോൾ ഇവിടെ ഇല്ല. ഒന്നുകിൽ ആള് ആ പോണ വഴിയിലോ അല്ലെങ്കിൽ ആ പറഞ്ഞ സ്ഥലത്തോ ആയിരിക്കും. അപ്പൊ ഇവിടെയുള്ള ഒരാളുടെ അടുത്ത് അങ്ങനെ ചോദിക്കാൻ കൊള്ളുമോ? പറ്റില്ല. അപ്പൊ പക്ഷെ നമ്മൾ ഇവിടെ നേരിട്ട് അങ്ങ് ചോദിക്കും ഹാവ് യു ഗോൺ ടു ലണ്ടൻ, ഹാവ് യു ഗോൺ ടു സൂപ്പർ മാർക്കറ്റ്, ഹാവ് യു ഗോൺ ടു ദിസ് പ്ലേസ്, ഹാവ് യു ഗോൺ ടു ദ സൂ, നിങ്ങൾ അവിടേക്ക് പോയിട്ടുണ്ടോ, എവിടേക്ക് പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു സങ്കോചവും ഇല്ലാതെ നമ്മൾ അങ്ങ് ചോദിക്കും ഹാവ് യു ഗോൺ ടു എന്ന്. ഇത് ഇപ്പൊ ഇംഗ്ലീഷ് ഘടന പ്രകാരം, ഭാഷയുടെ നിയമം പ്രകാരം ഇത് തെറ്റാണെന്ന് മനസ്സിലായില്ലേ? എങ്കിൽ നമുക്ക് ഇത്തരം സംഗതികൾ എങ്ങനെയാണ് ചോദിക്കുക? ഇത്തരം സംഗതികൾ നമ്മൾ സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷുകാർ ചോദിക്കുക ഹാവ് യു ബീൻ ടു എന്നാണ്. ഹാവ് യു ബീൻ ടു ലണ്ടൻ, നിങ്ങൾ ലണ്ടനിലേക്ക് പോയിട്ടുണ്ടോ? നിങ്ങൾ പുതിയ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നോ? ഹാവ് യു ബീൻ ടു ദ സൂപ്പർ മാർക്കറ്റ്. നിങ്ങൾ ഇന്ന ഹോട്ടലിൽ പോയിട്ടുണ്ടോ? ഹാവ് യു ബീൻ ടു ദാറ്റ് ഹോട്ടൽ, ഹാവ് യു ബീൻ ടു. അപ്പൊ ബീൻ ടു ആ സ്ഥലത്തിന്റെ പേര് പറയാം. അപ്പൊ ഹാവ് യു ബീൻ ടു ദാറ്റ് പ്ലേസ്, നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ടോ എന്ന് നേരിട്ട് ഒരാളോട് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കാൻ പാടുള്ളൂ. ഒരിക്കലും ഹാവ് ഗോൺ പറയാൻ പാടില്ല, ഹാവ് ഗോൺ ടു പറയാൻ പാടില്ല. അത് നമ്മൾ പറയുമ്പോൾ ഇവിടെ ഇല്ലാത്ത ആളുകളെ കുറിച്ച് പറയുമ്പോഴേ പറയാൻ സാധിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വിചാരിക്കാം നമ്മളുടെ ഒരു ഫ്രണ്ട് മിസ്റ്റർ എ, ഇദ്ദേഹം ഇപ്പൊ ഇവിടെ ഇല്ല. അപ്പൊ അയാൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഹി ഹാസ് ഗോൺ ടു ലണ്ടൻ, അദ്ദേഹം ലണ്ടനിലേക്ക് പോയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ആണെങ്കിൽ മാത്രമാണ് ഹാവ് ഗോൺ പറയാൻ പാടുള്ളൂ. ഹി ഹാസ് ഗോൺ ടു ലണ്ടൻ, ദാറ്റ് മീൻസ് ഹി ഈസ് ഐദർ ഓൺ ദ വേ ടു ലണ്ടൻ ഓർ ഹി ഈസ് ഇൻ ലണ്ടൻ ഇറ്റ് സെൽഫ്. ഒന്നുകിൽ ഓൺ ദ വേയില് അല്ലെങ്കിൽ ലണ്ടനില്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇല്ല എങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം ഹി ഹാസ് ഗോൺ ടു ലണ്ടൻ എന്ന്. ഇനി ഒന്ന് ഇമാജിൻ ചെയ്യാം, അദ്ദേഹം ലണ്ടനിൽ നിന്ന് മടങ്ങി വന്നു. ഇപ്പൊ അദ്ദേഹം പോണ വഴിയിലോ ലണ്ടനിലോ ഒന്നല്ല, തിരിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്പോട്ടിൽ ഉണ്ടാവണമെന്നില്ല, നമ്മുടെ അടുത്ത ആള് മറ്റു കാര്യങ്ങളായിട്ട് ജോലിക്കോ മറ്റു സ്ഥലത്തേക്കോ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ അങ്ങൊരു ലണ്ടനിലേക്ക് പോയിരിക്കുകയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഹി ഹാസ് ഗോൺ ടു ലണ്ടൻ എന്ന് പറയാൻ പറ്റില്ല. അങ്ങൊരു ലണ്ടനിലൊക്കെ പോയിട്ടുണ്ട്, അങ്ങനെ അവിടെയൊക്കെ പോയി കറങ്ങിയിട്ടുള്ള ഒരാളാണ് എന്ന് പറയുമ്പോൾ ഹി ഹാസ് ബീൻ ടു ലണ്ടൻ എന്ന് തന്നെ അവിടെയും പറയണം. അപ്പൊ ഇവിടെ ആക്ച്വലി ഈ ഹി ഹാസ് ബീൻ ടു ലണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അർത്ഥമാക്കുന്നത് കറക്റ്റായിട്ട് സിമ്പിൾ ഇംഗ്ലീഷിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്, ടൂർ അടിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഹി ഹാസ് ട്രാവൽഡ് ഇൻ ലണ്ടൻ ഓർ ഹി ഹാസ് ടൂർഡ് ഇൻ ലണ്ടൻ. ട്രാവൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ടൂർ ചെയ്തിട്ടുണ്ട് എന്ന ഒരു അർത്ഥത്തിലാണ് നമ്മൾ ബീൻ ടു പറയേണ്ടത്. നേരിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഹാവ് യു ബീൻ ടു ചോദിക്കാം, യെസ് ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഞാൻ അവിടെ കറങ്ങിയിട്ടുണ്ട്, ഞാൻ അവിടെയൊക്കെ താമസിച്ചിട്ടുണ്ട്, എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോൾ യെസ് ഐ ഹാവ് ബീൻ ടു ലണ്ടൻ, ഐ ഹാവ് ബീൻ ദയർ. ദയർ പറയുമ്പോൾ പിന്നെ ടു പറയാൻ പാടില്ല, അതും ശ്രദ്ധിക്കണം. ഹിയർ, ദയർ എന്നുള്ള വാക്കുകളുടെ പ്രത്യേകത നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ? ഹാവ് യു ബീൻ ദയർ? യെസ് ഐ ഹാവ് ബീൻ ദയർ മെനി ടൈംസ്, ഞാൻ അവിടെ പലപ്പോഴും പോയിട്ടുണ്ട്. ഹാവ് യു ബീൻ ദയർ? നോ ഐ ഹാവ് നെവർ ബീൻ ദയർ, ഞാൻ അവിടെ ഒരിക്കലും പോയിട്ടില്ല. ഐ ഹാവ് നെവർ ബീൻ ദയർ, ഐ ഹാവ് നെവർ ബീൻ ടു ദാറ്റ് പ്ലേസ്.
ഈ ദയർ എന്ന വാക്കിന് മുൻപിലെ ടു പാടില്ല എന്നുള്ളൂ. ദാറ്റ് പ്ലേസ് പറയുമ്പോൾ ടു വേണം. ഐ ഹാവ് നെവർ ബീൻ ടു ദാറ്റ് പ്ലേസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബീൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ പഠിക്കുന്ന ആൾക്കാർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഒരു സംശയമാണ്, അത് ബിയുടെ തേർഡ് ഫോം അല്ലേ? അവർ പറഞ്ഞത് ശരിയാണ്. ബിയുടെ തേർഡ് ഫോം എന്ന് പറഞ്ഞാല് ബി, വാസ്, ബീൻ. നമ്മൾ ബി എന്ന് പറയുന്നുണ്ടെങ്കിലും ഈസ് എം ആർ, വാസ് എന്ന് പറയുന്നുണ്ടെങ്കിലും വാസും വേറുണ്ട്, തേർഡ് ഫോം ബീൻ തന്നെ. അപ്പൊ തേർഡ് ഫോം എപ്പോഴും നമുക്കറിയാം ഹാവും ഹാസും ചേർത്തേ പ്രയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ, ഇതാണ് സംഗതി. അപ്പൊ ഹാവ് യു ബീൻ ദയർ എന്ന് പറയുന്നതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം ഈ ടൂർ ചെയ്തിട്ടുണ്ടോ, കറങ്ങിയിട്ടുണ്ടോ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അവിടെ ശരിക്കും അതൊരു ഗോ എന്ന വെർബിന്റെ ഒരു തേർഡ് ഫോം ആയിട്ടല്ല. പക്ഷെ ഇതെന്താ നമ്മൾ ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മലയാളത്തില് ഇതിന് നമ്മൾ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അവിടെയാണ് നമുക്ക് ഈ വലിയ കുടുക്ക് പറ്റിയത്. നമ്മൾ പോകുക എന്ന വാക്കിന് കറക്റ്റ് ഗോ ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന്റെ തേർഡ് ഫോം ഗോൺ തന്നെയാണല്ലോ. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ആളുകൾ അങ്ങ് വെച്ച് കാച്ചുന്നത്. പക്ഷെ ഇംഗ്ലീഷ് നിയമം അനുസരിച്ച് ഇവിടെയുള്ള ആളുകളോട് ഒരിക്കലും ഹാവ് ഗോൺ എന്ന് ചോദിക്കാനോ പറയാനോ പാടില്ല. പക്ഷെ നമുക്ക് ഞാൻ അവിടേക്ക് പോയിട്ടുണ്ടെന്നുള്ള ഐ ഹാവ് ഗോൺ പറയാൻ പാടില്ല എന്ന് മനസ്സിലായി. പക്ഷെ ഐ ഹാവ് ഗോൺ ചില സിറ്റുവേഷനിൽ നമുക്ക് പറയാം. അത് ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല. ഞാൻ അത്തരം കഷ്ടപ്പാടുകളിലൂടെ ഒരുപാട് കടന്നു പോയിട്ടുണ്ട് കേട്ടോ, ഞാനതൊക്കെ കുറെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലേക്ക് അവിടെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയും ഐ ഹാവ് ഗോൺ ത്രൂ എ ലോട്ട് ഓഫ് പെയിൻസ് എന്നൊക്കെ പറയും. അവിടെ ഹാവ് ഗോൺ എന്ന് പറയുന്നത് പോയിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല, ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ആ ഒരു സെൻസിലാണ്. അപ്പൊ ഹാവ് ഗോൺ എന്നുള്ളത് നേരിട്ട് ചോദിക്കാനും പറയാനും പാടില്ല എന്ന് ഒന്ന് മനസ്സിലാക്കുക. അത്തരം സന്ദർഭങ്ങളിൽ ഹാവ് ബീൻ അങ്ങ് ധൈര്യമായിട്ട് അങ്ങ് ചോദിച്ച് അങ്ങ് ഉറപ്പ് വരുത്തുക. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടെക്നിക്ക്. ഓക്കെ, എങ്കിൽ നമുക്ക് രണ്ടാമത്തെ നേരം നമുക്ക് എടുക്കാം. അപ്പൊ ഇതിൽ നമ്മൾ ഈ ഹാവ് ഗോൺ, ഹാസ് ഗോൺ എന്ന് പറയുന്ന പോലെ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മളൊരു ഗംഭീരമായിട്ടുള്ള ഒരു ടെക്നിക്ക്, ഒരു സൂത്രവിദ്യ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ തേർഡ് ഫോം ഉപയോഗിക്കുന്നതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇത് പൊതുവെ ഭാഷ പഠിക്കുന്ന ആളുകൾക്ക് പല സ്ഥലങ്ങളിൽ പലപ്പോഴായിട്ട് ഇങ്ങനെ മിന്നുന്ന ഒരു സംശയമാണ്. പക്ഷെ അത് ചോദിക്കാൻ പോലും അറിയാത്ത ഒരു ഡൗട്ടാണ്. പക്ഷെ അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് കിട്ടും. ഞാൻ പറയാം. ഇപ്പൊ ഹാവ് ഗോൺ എന്നുള്ളൊരു പ്രയോഗം അത് നമ്മൾ അങ്ങനെ തന്നെ അല്ലാതെ ചില സമയത്ത് ഗോൺ എന്ന് കേൾക്കുന്നുണ്ടല്ലോ, അവിടെ ഹാവും ഹാസും ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഹാവും ഹാസും ഇല്ലാതെയും ചില സമയത്ത് ഗോൺ കാണാം. അപ്പൊ അവിടെ വീണ്ടും സംശയം വരും, ഇത് എന്ത് ടെൻഷൻ ആവോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വണ്ടർഫുൾ ലോ ഞാൻ പറഞ്ഞുതരാം. ഇത്തരം തേർഡ് ഫോംസ് നമ്മൾ, അതായത് ഡൺ ഫോംസ് എന്ന് വേണമെങ്കിൽ പറയാം, ഡണ്ണുകൾക്ക് ഈക്വൽ ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേഷൻ അല്ലേ, ഇത്തരം സംഗതികൾ തനിച്ച് പറയുമ്പോൾ, അതായത് ഹാവും ഹാസും ഇല്ലാതെ പറയുമ്പോൾ അത് തേർഡ് ഫോം അല്ല, അത് അഡ്ജക്റ്റീവ് ആണ്. എന്തിനെയെങ്കിലും വിശേഷിപ്പിക്കുന്ന വെറും ഒരു അഡ്ജക്റ്റീവ് മാത്രമാണ്. ഇപ്പൊ നമ്മൾ ഹാപ്പി മാൻ, ഹാപ്പി എന്നുള്ളത് തേർഡ് ഫോം വെർബൊന്നും അല്ലല്ലോ, ഒരു അഡ്ജക്റ്റീവ് അല്ലേ. അതേപോലെ തന്നെ ഇറ്റ്സ് എ ഗോൺ കേസ്, ഇറ്റ്സ് എ ഗുഡ് കേസ് എന്ന് പറയുമ്പോൾ ആ ഗുഡ് എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവ് അല്ലേ, ഇറ്റ്സ് എ ഗുഡ് കേസ്. അതുപോലെ തന്നെ ഇറ്റ്സ് എ ഗോൺ കേസ്. അപ്പൊ ആ ഗോൺ എന്നുള്ളതും ആ ഗുഡ് എന്ന അഡ്ജക്റ്റീവ് പോലെ തന്നെ ചുമ്മാ ഒന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്ക് മാത്രമാണ്. ഇറ്റ്സ് എ ഗോൺ കേസ്, അതൊരു പോക്ക് കേസാടാ എന്നൊക്കെ പറയില്ല. ഇറ്റ്സ് എ ഗോൺ കേസ്. അവിടെ ആ ഗോൺ എന്നുള്ളത് ഗോ വെന്റ് ഗോൺ എന്നുള്ളതിന്റെ ആ ഗോൺ തേർഡ് ഫോം അല്ല, ഇറ്റ്സ് എൻ അഡ്ജക്റ്റീവ്. ഓക്കെ, അപ്പൊ തനിച്ച് ഹാവും ഹാസും ഇല്ലാതെ ഇത്തരം തേർഡ് ഫോംസ് ഡൺ ഫോമുകൾ പറയുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം അത് അഡ്ജക്റ്റീവ് ആണ്. ഇറ്റ്സ് എ ഗോൺ കേസ്. ഇത് പറയാൻ കാരണം ഇതുപോലെ ഇനിയും കുറെ വാക്കുകളുണ്ട്. നമുക്ക് ഇനി അത് ഡീൽ ചെയ്യാം. നമ്പർ 1, നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ നോക്കുക. ഇതെന്താണ് പ്രോഗ്രാം? സ്പോക്കൺ ഇംഗ്ലീഷ്. അപ്പൊ സ്പോക്കൺ എന്ന വാക്ക് തേർഡ് ഫോം ആണെന്ന് ഒരു ധാരണയുണ്ട്. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ തേർഡ് ഫോം ആണ്. പക്ഷെ ഇവിടെയും കാണുന്നില്ല എന്ത്, ഹാവും ഹാസും ഒന്നും ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം, അത് വെർബ് തേർഡ് ഫോം ആയിട്ടല്ല ഇവിടെ രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത്. ഇവിടെ അവൻ വെറും അഡ്ജക്റ്റീവ് ആണ്. ഇപ്പൊ നോക്കിയേ, ഗുഡ് ഇംഗ്ലീഷ്, നല്ല ഇംഗ്ലീഷ് എന്ന് പറയുന്ന പോലെ സംസാര ഭാഷ എന്ന് പറയുന്ന പോലെ നോക്കിയേ, സ്പോക്കൺ ലാംഗ്വേജ്. ഇപ്പൊ ഭാഷയെ നമ്മൾ വിശേഷിപ്പിക്കുകയാണ്. എന്ത് തരം ഭാഷ? സംസാര ഭാഷ, സംസാര. അതാണ് സ്പോക്കൺ ലാംഗ്വേജ്, റിട്ടൺ ലാംഗ്വേജ്. അപ്പൊ ഈ സ്പോക്കണും റിട്ടണും തനിച്ചുപയോഗിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ലോലുപെടും, വെറും അഡ്ജക്റ്റീവ് മാത്രം. അപ്പൊ ഇതാണ് നമ്മൾ ഐ ആം ഡൂയിങ് എ റിട്ടൺ ഇംഗ്ലീഷ് കോഴ്സ്, എ ഗ്രാമർ കോഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ്, റിട്ടൺ ഇംഗ്ലീഷ് കോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആ തേർഡ് ഫോംസ് തനിച്ച് പറയുമ്പോൾ സിമ്പിൾ. ഇപ്പൊ മനസ്സിലായി നിങ്ങൾക്ക് കാര്യങ്ങൾ, ഓക്കെ അല്ലേ? അപ്പൊ അതേപോലെ എക്സാമ്പിൾ ആണ് നമുക്ക് വേണമെങ്കിൽ നോക്കിയോളൂ. ഇറ്റ് ഈസ് ദ സ്പോക്കൺ വേർഡ് ദാറ്റ് റൂൾസ് ദ വേൾഡ് എന്ന്
ഹിറ്റ്ലറുടെ ആണെന്ന് തോന്നുന്ന ഒരു ഡയലോഗുണ്ട്. ദ സ്പോക്കൺ വേർഡ്, സംസാരിക്കുന്ന ഭാഷയാണ് ലോകത്തെ ഭരിക്കുന്നത്. അപ്പൊ വാക്ക്, എന്ത് തരം വാക്ക്? സംസാരിക്കപ്പെടുന്ന വാക്ക്, ദ സ്പോക്കൺ വേർഡ്. ഇവിടെ ഇത്തരത്തിലുള്ള കുറെ സന്ദർഭങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഇതിൽ കാണാൻ പറ്റും. ഇനി നമ്മൾ രണ്ടാമത്തെ ലേൺ, ലേൺഡ്, ലേൺഡ്, അത് രണ്ട് തരത്തിൽ കൂടെ അതിന്റെ ആ തേർഡ് ഫോം ഉണ്ട്. ലേൺഡ് എന്നും കേൾക്കാം, ലേണഡ് എന്നും കേൾക്കാം. അതിൽ നമ്മൾ ED വെച്ചിട്ടുള്ള പാസ്റ്റ് ഫോം ഉണ്ട്, T വെച്ചിട്ടുള്ള പാസ്റ്റ് ഫോം ഉണ്ട്. ഇത് രണ്ടും പറയാം. ഇവിടെ ഇപ്പം നമുക്ക് UK, US എന്നുള്ള ആ ഒരു വേർതിരിവൊന്നും ഇന്നത്തെ കാലത്ത് വലിയ പ്രസക്തമായിട്ടുള്ളൊരു വിഷയമല്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇംഗ്ലീഷ് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഇതിന്റെ ഇടയിൽ ദാറ്റ്സ് അമേരിക്കൻ ഇംഗ്ലീഷ്, ഐ സ്പോക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എന്നൊന്നും ഒരാളും പറയാൻ പോകുന്നില്ല. അങ്ങനെ വിചാരിച്ച് പറയാൻ പറ്റുമെന്നും തോന്നുന്നില്ല. നമ്മള് നേരെ ചൊവ്വേ ഒരല്പം ഭേദമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഇംഗ്ലീഷ് എങ്ങനെയെങ്കിലും പറഞ്ഞുണ്ടാക്കാൻ നോക്കുക. അത് തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അതിന്റെ ഇടയിൽ ബ്രിട്ടീഷ് ആണോ അമേരിക്കൻ ആണോ എന്നൊന്നും ചകഞ്ഞു പോകാൻ നിൽക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ രണ്ട് സ്ഥലത്തും ഇത് ലേണറ്റ് എന്നും പറയും, സംഗതി ഉച്ചാരണം ലേൺറ്റ് എന്ന് പറയും. ഐ ഹാവ് ലേൺഡ് ഇംഗ്ലീഷ് എന്ന് പറയും. ലേൺഡ് എന്നാണ് ഉച്ചാരണം. പക്ഷെ ED വെച്ചിട്ടുള്ള ഒരു വാക്ക് അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഹാവ് ലേൺഡ് എന്ന് പറയില്ല, എ ലേണഡ് മാൻ, ഒരു പഠിപ്പുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവിടെ ലേൺഡ് മാൻ എന്ന് പറയില്ല, ലേണറ്റ്, ലേണറ്റ്. കണ്ട, ആ ലേൺഡ് എന്ന് പറയുമ്പോൾ ഹി ഹാസ് ലേൺഡ്, ഹി ഹാസ് ഡൺ എന്നുള്ളതിന്റെ ഒരു കോപ്പിയാണ്. പക്ഷെ തനിച്ച് ഒരു അഡ്ജക്റ്റീവായിട്ട് പറയുമ്പോൾ, ഹാവ് ഹാസ് ഇല്ലാതെ പറയുമ്പോൾ ഹി ഈസ് എ ലേണറ്റ് മാൻ, ലേണറ്റ്, നെറ്റ്, നെറ്റ്. ഓക്കെ, അങ്ങനെ പറഞ്ഞു പഠിക്കണം. ഓക്കെ, മൂന്നാമത്തെ നോക്കിയേ, ഗെറ്റ്, ഗോട്ട്, ഗോട്ട്. നമ്മൾ പൊതുവെ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് എന്നാണെന്നാണ് ഒരു വെപ്പ്. പക്ഷെ ഇന്നത്തെ പ്രാക്ടിക്കൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഒക്കെ വരുത്തി വെച്ചിട്ടുള്ള അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് മോസ്റ്റ് ഓഫൻ വി ഫോളോ ദ അമേരിക്കൻ ഇംഗ്ലീഷ്. വി ആർ പ്രാക്ടിക്കലി യൂസിങ് എ ലോട്ട് ഓഫ് അമേരിക്കൻ ഇംഗ്ലീഷ് ഓർ അമേരിക്കൻ ജാർഗൻസ് ഓർ സോ ടു സേ ദ അമേരിക്കൻ എക്സ്പ്രഷൻസ്. സോ ഇറ്റ് ഡസന്റ് മേക്ക് എനി ഡിഫറൻസ് ഇൻ ദാറ്റ് സെൻസ്. അതിലൊരു വ്യത്യാസമില്ല. പക്ഷെ ചില സമയത്ത് ചില സംഗതികൾ നമ്മൾ അമേരിക്കൻ ഇംഗ്ലീഷിലത്തെ ഭാഗം ഒരിക്കലും ഉപയോഗിക്കുകയും ഇല്ല. നമ്മളിപ്പോ ഐ ഹാവ് ഗോട്ടൺ മൈ ഹാൾ ടിക്കറ്റ്, എനിക്ക് എന്റെ ഹാൾ ടിക്കറ്റ് കിട്ടി എന്ന് പറയുമ്പോൾ ഐ ഹാവ് ഗോട്ട് എന്ന് പറയുള്ളൂ. ഹാവ് ഡൺ, ആ ഡണ്ണിന് തുല്യമായിട്ട് ഗോട്ട് തന്നെ പറയുള്ളൂ. ദാറ്റ് മീൻസ് ഗെറ്റ്, ഗോട്ട്, ഗോട്ട്, ഗോട്ട് മാത്രം. ഗോട്ടൺ എന്ന് നമുക്ക് പറയാനുള്ളൊരു അത്രമാത്രം നമ്മൾ അങ്ങോട്ട് അമേരിക്കൻ ആയിട്ടില്ല. അത് പക്ക അമേരിക്കൻ ഇംഗ്ലീഷാണ്. അപ്പൊ രണ്ട് സ്റ്റൈൽ ഉണ്ട്. ഇതിൽ ഏത് പറഞ്ഞാലും പ്രോബ്ലം ഒന്നുമില്ല. ബട്ട് generally we follow in that case the British English. ഇനി നാലാമത്തെ ഗ്രൂപ്പ് നോക്കാം. പ്രൂവ്, പ്രൂവ്ഡ്, പ്രൂവ്ഡ് എന്ന് പറയാം, ഓർ പ്രൂവൺ എന്നും പറയാം. രണ്ട് തരം തേർഡ് ഫോംസ് ഇതിനുണ്ട്. പക്ഷെ ഇവിടെയും ഈ പ്രൂവൺ എന്ന വാക്ക് നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തനിച്ച് യൂസ് ചെയ്യണം എന്നുള്ള നിയമം മനസ്സിൽ മറക്കാതെ സൂക്ഷിക്കുക. ദാറ്റ് മീൻസ് ഹാവോ ഹാസോ പറയാൻ പാടില്ല. ഇറ്റ്സ് എ പ്രൂവൺ കേസ്, ഇറ്റ്സ് എ നൈസ് കേസ്, ഇറ്റ്സ് എ ഗുഡ് കേസ് എന്ന് പറയുന്ന പോലെ തന്നെ അതൊരു തെളിയിക്കപ്പെട്ട കേസാണ്. ഇറ്റ്സ് എ പ്രൂവൺ കേസ്. അവിടെ ഇറ്റ് ഈസ് എ പ്രൂവ്ഡ് കേസ് എന്ന് പറയില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. പ്രൂവൺ, ആ പ്രൂവൺ മാത്രമേ അങ്ങനെ അഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ഇറ്റ്സ് എ പ്രൂവൺ കേസ്. ഹണി ഈസ് എ പ്രൂവൺ റെമഡി, ഹണി ഈസ് എ ഗുഡ് റെമഡി, നല്ല റെമഡിയാണ്. ആ നല്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് എ പ്രൂവൺ റെമഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗ്രൂപ്പ് നോക്കൂ. നമ്മൾ അഞ്ചാമത്തെ നമുക്ക് മനസ്സിലായി, റൈറ്റ്, റോട്ട്, റിട്ടൺ. തേർഡ് ഫോം റിട്ടൺ എന്നാണ്. പക്ഷേ ഹാവ് റിട്ടൺ, ഹാസ് റിട്ടൺ എന്ന് പറയുമ്പോഴാണ് അത് തേർഡ് ഫോം വെർബായിട്ട് പരിഗണിക്കപ്പെടുന്നുള്ളൂ. അല്ലാതെ റിട്ടൺ ലെറ്റേഴ്സ്, റിട്ടൺ സ്റ്റോറീസ് എന്നൊക്കെ പറയുമ്പോൾ തനിച്ച് പറയുമ്പോൾ അത് അഡ്ജക്റ്റീവ് ആണ്. നമുക്ക് മനസ്സിലായി കഴിഞ്ഞുള്ള നിയമം തന്നെയാണത്. നെക്സ്റ്റ് സിക്സ്ത് ഗ്രൂപ്പിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഹിയർ, ഹേർഡ്, ഹേർഡ്. കേൾക്കുക, കേട്ടു, കേട്ടിട്ടുണ്ട്. ഹിയർ, ഹേർഡ്, ഹേർഡ്. ഇതും തേർഡ് ഫോം തന്നെ. പക്ഷെ തേർഡ് ഫോം ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് ഹാവ് ഹേർഡ്, ഹാസ് ഹേർഡ്. അത് നമ്മൾ ഇതിലിങ്ങനെ കൊടുക്കുന്നത് ആ ട്രഡീഷണൽ രീതി അനുസരിച്ച് നമ്മൾ എളുപ്പം കണ്ടുപരിചയമുള്ള പോലെ കൊടുക്കുന്നു, പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിനെ കറക്റ്റ് ആക്കാനായിട്ടുള്ള ടെക്നിക്കൊക്കെ ഇപ്പൊ നമ്മുടെ കയ്യിലായില്ലേ. നമുക്കറിയാം ഇപ്പൊ ഹിയർ, ഹേർഡ്, ഹേർഡ് എന്ന് ഇനി നമ്മൾ പറയില്ല. ഹിയർ, ഹിയേഴ്സ്, കേൾക്കാറുണ്ട്. ഹേർഡ്, കേട്ടു. ഹാവ് ഹേർഡ്, ഹാസ് ഹേർഡ്, കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കറക്റ്റ് ആക്കുന്ന ടെക്നിക്കൊക്കെ ഇപ്പൊ നമ്മുടെ സ്വന്തമായില്ലേ. പക്ഷെ എന്നാലും നമ്മളെ പ്രാക്ടിക്കൽ തലത്തില് ഒരല്പം സൗകര്യത്തിന് ഇങ്ങനെയൊക്കെ തന്നെ ഇനിയും പറയുള്ളൂ. അപ്പൊ ആറാമത്തെ നമ്മൾ ഹിയർ, ഹേർഡ്, ഹേർഡ് എന്നുള്ളതും ഇതുപോലെ തന്നെ ആ ഹേർഡ് എന്നുള്ള പോലെ തന്നെയാണ് അൺഹേർഡ് എന്നുള്ളതും. അൺഹേർഡ് വേർഡ്സ്, ഹേർഡ് മെലഡീസ്. ആ ഡയലോഗ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ. ജോൺ കീറ്റ്സിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വരിയാണ് ഹേർഡ് മെലഡീസ്. കേട്ടത് സുന്ദരം, കേൾക്കാത്തതോ അതീവ സുന്ദരം എന്ന് പറയുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വരിയാണിത്, ഹേർഡ് മെലഡീസ്. അപ്പൊ ഹേർഡ് മെലഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഗുഡ് മെലഡീസ് എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ ആ ഗുഡ് വെക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു അഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യണമെന്ന്. ഹേർഡ് മെലഡീസ്. അൺഹേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതേ അർത്ഥം തന്നെ, ഏത് അഡ്ജക്റ്റീവായിട്ട് തന്നെയാണ് അതും യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഹിയർ എന്നുള്ളൊരു വാക്ക് വെക്കുമ്പോൾ അതിന് സമാനമായ രീതിയിലുള്ളൊരു 2 വാക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മള് ബിയറും ബെയറും എപ്പോഴും തെറ്റി പറയുന്നൊരു വാക്കാണ്. ബിയറാണോ ബെയറാണോ ടിയറാണോ ടയറാണോ എന്നൊക്കെയുള്ളൊരു വാക്ക്. ബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കുടിക്കുന്ന ആൾക്കാർക്ക് അറിയാം, ബിയർ കുടിക്കാന്ന് പറയും, അത് ബിയർ. കരടി എന്നുള്ളൊരു സംഭവം ഉണ്ട്, നമുക്ക് കരടികളെ കുറിച്ച് അറിയാം, അതിന് നമ്മൾ ആൾക്കാർ ബിയർ എന്ന് പറയാം. ശരിക്കും കരടിനെ ബെയർ എന്നും കുടിക്കുന്ന സംഗതിനെ ബിയർ എന്നും പറയണം. അതുപോലെ തന്നെ കണ്ണുനീരിനെ ടിയർ എന്നും കീറുക എന്നുള്ളതിനെ ടയർ എന്നും പറയണം. പിന്നെ എങ്ങനെ നമുക്ക് എളുപ്പം തിരിച്ചറിയാൻ പറ്റുക? വളരെ സിമ്പിൾ ആണ്. നമ്മള് ബിയർ എന്ന് പറയുന്ന പോലെ തന്നെയല്ലേ ടിയർ. അപ്പൊ മനസ്സിലാക്കുക, നമ്മൾ ബിയർ കുടിക്കുമ്പോൾ വീട്ടിലിരിക്കുന്നവര് ടിയർ പൊഴിക്കുന്നുണ്ടാവും. അപ്പൊ അല്ലെങ്കിൽ ടിയർ കൊണ്ടാണ് ബിയർ ഉണ്ടാക്കുന്നത്. വീട്ടുകാരുടെ ടിയേഴ്സ് ഇറ്റിച്ചിറ്റിച്ച് വീഴ്ത്തിട്ടാണ് ബിയർ ഉണ്ടാക്കുന്നത്. അപ്പൊ ബിയർ ആൻഡ് ടിയർ ഒരുപോലെ കിട്ടിയില്ലേ? കരടിയിൽ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ പിച്ച് ചീന്തും. ബെയർ വിൽ ടയർ us apart. അപ്പൊ ബെയർ ടയേഴ്സ്. അപ്പൊ ബെയർ ടയറാണ്. അപ്പൊ കണ്ണുനീർ തുള്ളി എന്നുള്ള അർത്ഥത്തില് ടിയർ, ചീന്തുക എന്നുള്ള അർത്ഥത്തില് ടയർ. ക്ലിയർ അല്ലേ? ബെയർ, ടയേഴ്സ്, ടിയേഴ്സ് ആൻഡ് ബിയേഴ്സ്. ഇനി അടുത്ത ഗ്രൂപ്പ് നോക്കൂ, 7. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. അപ്പൊ ആ ബ്രോക്കൺ എന്നുള്ളത് തേർഡ് ഫോം ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഹാവ് ബ്രോക്കൺ, ഹാസ് ബ്രോക്കൺ, അതൊക്കെ. അപ്പൊ അത് തേർഡ് ഫോം ആണ്. അല്ലാതെ തനിച്ച് പറയുമ്പോൾ എന്തായി? എ ബ്രോക്കൺ ലെഗ്, എ ബ്രോക്കൺ ചെയർ എന്ന് പറയുമ്പോൾ ഒരു ബാഡ് ചെയർ നമ്മൾ ഗുഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഉപയോഗിക്കുക. എ ബാഡ് ചെയർ എന്ന് പറയുന്ന പോലെ വെറും അഡ്ജക്റ്റീവ്. ലോ നമ്മൾ മുൻപ് മനസ്സിലാക്കിയത് തന്നെ. നെക്സ്റ്റ് നോക്കിയേ, 8ാമത്തെ ഗ്രൂപ്പ്, സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. നമ്മൾ നേരത്തെ പറഞ്ഞ ലോ ആയിട്ട് നേരത്തെ തന്നെ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ഐ ഹാവ് സ്പോക്കൺ ദ ട്രൂത്ത്. ഞാൻ അതിന്റെ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് സ്പോക്കൺ. കണ്ട? അപ്പൊ സ്പോക്കൺ തനിച്ചല്ല. ഹാവ് സ്പോക്കൺ എന്ന് പറയുമ്പോൾ അത് ഹാവ് ഡൺ എന്നുള്ള ഒരു സ്ട്രക്ചറിലേക്ക് കടന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും തേർഡ് ഫോം തന്നെയാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് എന്നൊക്കെ പറയുമ്പോൾ, സ്പോക്കൺ വേർഡ്സ് എന്നൊക്കെ പറയുമ്പോൾ അത് വെറും അഡ്ജക്റ്റീവായി. അതേ സെയിം ലോ തന്നെയാണ് റിട്ടൺ എന്ന വാക്കിനും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ദ റിട്ടൺ വേർഡ്സ്. നെക്സ്റ്റ് നോക്കൂ, ലൂസ്, ലോസ്റ്റ്, ലോസ്റ്റ്. ഇത് ഒരല്പം ട്രിക്കി ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ ലൂസ് എന്ന വാക്കിന്റെ ഉച്ചാരണം നോക്കുക, വെർബ് LOSE, ലൂസ്. പക്ഷെ അതിന് നമ്മൾ ലോസ് എന്ന് വായിക്കും. ശരിക്കും അത് ലൂസ് എന്ന് തന്നെ ഉച്ചരിക്കണം. ഇവിടെ നമ്മളെ വഴി തെറ്റിക്കുന്നത് LOOSE എന്നുള്ളൊരു ലൂസ് എന്നൊരു വാക്കുണ്ട്. അത് ലൂസ് തന്നെയാണ്, വളരെ അയവുള്ള എന്നർത്ഥം. ഇവനെന്താ 2 പിരി ലൂസ് ആണെന്നൊക്കെ തോന്നുന്നു പറയില്ലേ, ആ ലൂസ് തന്നെയാണ് ഈ ലൂസ്. ഏത്? LOOSE. അതിന്റെ ഉച്ചാരണം ലൂസ് തന്നെയാണ്. അത് പക്ഷേ അഡ്ജക്റ്റീവ് ആണ്. ലൂസ് റോപ്പ് എന്നൊക്കെ പറയാം, അയവുള്ള ഒരു കയർ എന്നൊക്കെ പറഞ്ഞ പോലെ. പക്ഷെ ഇവിടെ വെർബായിട്ട് ഉപയോഗിക്കുമ്പോഴും നമ്മൾ ലൂസ് എന്ന് തന്നെ ധൈര്യം പറയണം. ലൂസ്, ലോസ്റ്റ്, ലോസ്റ്റ്, നഷ്ടപ്പെട്ടു. ഇനി ലോസ് എന്നൊരു വാക്ക് വേറെ ഉണ്ട്. അത് നമ്മൾ LOSS, ലോസ്, ഭയങ്കര നഷ്ടം പറ്റി എന്നൊക്കെ പറയില്ലേ. ഹി ഇൻകേർഡ് ഹെവി ലോസ്. അപ്പൊ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LOSS, ലോസ്, നഷ്ടം, അത് നൗൺ ആണ്. ഈ ലൂസ് വെർബാണ്. LOOSE ലൂസ് അഡ്ജക്റ്റീവ് ആണ്. അങ്ങനെ ആ മൂന്നിനെയും വ്യക്തമായിട്ടൊന്ന് തരം തിരിച്ച് മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ആ സംഭവം ക്ലിയർ ആയി കിട്ടി. ഇതിൽ ശ്രദ്ധിക്കുന്നത് എ വെൽ നോൺ സ്റ്റോറി എന്ന ഒരു പ്രയോഗം കേട്ട് കഴിഞ്ഞാലും നിങ്ങൾക്കറിയാം, എ വെൽ നോൺ സ്റ്റോറി, എ ഗുഡ് സ്റ്റോറി, അഡ്ജക്റ്റീവ് തന്നെ. കാരണം ഹാവ് ഹാസ് വെച്ചിട്ടില്ലല്ലോ. പക്ഷെ ഹാവ് ഹാസ് വെച്ച് പറഞ്ഞെങ്കിൽ ഐ ഹാവ് നോൺ ദ ട്രൂത്ത്, ഐ ഹാവ് നോൺ, എനിക്ക് ആ സത്യം മനസ്സിലായിട്ടുണ്ട്, ഐ ഹാവ് നോൺ ദ ട്രൂത്ത്. അപ്പൊ ഹാവ് നോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെർബ് തേർഡ് ഫോം ആയി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വെർബ് തേർഡ് ഫോം ആയിട്ട് തന്നെ മനസ്സിലാക്കുന്ന സമയത്ത് ഈ ഹാവ് ഡൺ, ഹാസ് ഡൺ എന്നുള്ളതിന്റെ കോപ്പികളായിട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അതൊക്കെ വെർബ് തേർഡ് ഫോംസ് ആണെന്നും തനിച്ച് പറയുമ്പോൾ അഡ്ജക്റ്റീവ് ആണെന്നുള്ള ലോ വളരെ എളുപ്പം മനസ്സിലാകുമായിരുന്നു. കറക്റ്റ് അല്ലേ? ഇപ്പൊ ഇത് ഇങ്ങനെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമേ വരില്ലായിരുന്നു. പക്ഷെ നമ്മുടെ പഠന രീതി ആകെ വഴിമാറിപ്പോയത് കൊണ്ടായിരുന്നു ഇങ്ങനെ ഇപ്പൊ നമുക്ക് ഒന്ന് ഓർമ്മിക്കേണ്ട ഒരു ആവശ്യം വന്നത്. പക്ഷെ നമ്മള് ഇപ്പൊ അത് കറക്റ്റാക്കി എടുത്തു നമ്മുടെ ഈ സ്പെൽ ടെക്നിക്ക് പ്രകാരം. അത് നമ്മുടെ ഒരു ഈശ്വരാനുഗ്രഹം, നമുക്ക് അതിനൊരു ചാൻസ് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് ഗ്രൂപ്പ് നോക്കിയേ, 11. കീപ്, കെപ്റ്റ്, കെപ്റ്റ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഐ ഹാവ് കെപ്റ്റ് എവറിത്തിങ് ഇൻടാക്ട്, എല്ലാം ഞാൻ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. ഐ ഹാവ് കെപ്റ്റ്, കണ്ട, ഹാവ് കെപ്റ്റ് മീൻസ് ഹാവ് ഡൺ. ഇതല്ലാതെ ഇറ്റ്സ് എ വെൽ കെപ്റ്റ് സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നന്നായി സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു രഹസ്യമാണ്. ഇറ്റ്സ് എ വെൽ കെപ്റ്റ് ഓർ എ വെൽ കെപ്റ്റ് റൂം, എ വെൽ കെപ്റ്റ് ടേബിൾ, വെൽ കെപ്റ്റ്, ദാറ്റ് മീൻസ് ഗുഡ് എന്നർത്ഥം, നന്നായി എന്നർത്ഥം. ഇവിടെ നമ്മൾ ഈ ഗുഡ് എന്ന വാക്ക് പറയുമ്പോൾ അതിനെയും കൂടി ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അത് അഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു. ഹീസ് എ ഗുഡ് മാൻ, നല്ലൊരു മനുഷ്യനാണെന്ന് അർത്ഥം.
അതേപോലെ തന്നെ ഗുഡ് എന്ന വാക്ക് പ്രയോഗിക്കുന്ന പോലെ തന്നെ നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വെൽ എന്നുള്ളത്. ഇപ്പൊ വെൽ ഫർണിഷ്ഡ് റൂം കണ്ടോ, അത് ഗുഡ് ഫർണിഷ്ഡ് റൂം എന്ന് പറയില്ലേ, എ വെൽ ഫർണിഷ്ഡ് റൂം, എ വെൽ ബിഹേവ്ഡ് മാൻ, എ വെൽ റെഡ് മാൻ, നന്നായി പഠിച്ചറിവുള്ള മനുഷ്യൻ, വെൽ റെഡ് മാൻ. പക്ഷെ വെൽ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഹി സ്പീക്സ് ഇംഗ്ലീഷ് വെൽ, അവൻ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അവിടെ വെൽ ആഡ്വർബാണ്, സംസാരിക്കുന്നു. ഹി സ്പീക്സ് എങ്ങനെ സംസാരിക്കുന്നു, വെൽ, നന്നായി സംസാരിക്കുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ വെൽ എന്ന് നമ്മൾ അഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോയി. ഗുഡ് ഇംഗ്ലീഷ് എന്നുള്ളതിന് പകരം വെൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, അവിടെ സംഗതി ആകെ തെറ്റിപ്പോയി. യു സ്പീക്ക് വെൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റി. യു സ്പീക്ക് ഇംഗ്ലീഷ് വെൽ ഓർ യു സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ്. ഓക്കെ, അങ്ങനെ അത് വ്യക്തമായിട്ടൊന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു കോംപ്ലിക്കേഷൻ മാറി കിട്ടി. ഓക്കെ അല്ലേ? അടുത്ത ഗ്രൂപ്പ് നോക്കിയേ, fall, fell, fallen. തന്നെ തേർഡ് ഫോം ആയിട്ടുള്ള ഫോളൻ നമ്മൾ ഹാവിന്റെ കൂടെ പറയണം, അത്രേ ഉള്ളൂ. അതല്ലാതെ തനിച്ച് പറയുകയാണെങ്കിൽ ദ ഫോളൻ ഏഞ്ചൽസ്, വീണ മാലാകമാര് കണ്ട, ആ ബാഡ് ഏഞ്ചൽസ് എന്ന് പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ഗുഡ് ഏഞ്ചൽസ് എന്ന് പറയുന്ന പോലെ, ദ ഫോളൻ ഏഞ്ചൽസ്, ദ ഫോളൻ മാൻ. അപ്പൊ ഫോളൻ എന്നുള്ളത് തനിച്ച് ഉപയോഗിക്കുമ്പോൾ ആഡ്ജക്റ്റീവ്, അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ ഫോൾ എന്നുള്ള വാക്കിന്റെ സെക്കൻഡ് ഫോം നമ്മൾ ശ്രദ്ധിക്കുക, ഫോൾ, ഫെൽ, ഫോളൻ എന്നാണ്. പക്ഷെ ഈ ഫെൽ ഓൾറെഡി ഒരു ഫസ്റ്റ് ഫോം ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അധികം നമുക്ക് പറഞ്ഞ് ഫലമില്ലാത്തൊരു വാക്കാണ്. ഫെൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെട്ടി വീഴ്ത്തുക. സോ യു ക്യാൻ ഫെൽ ഡൗൺ എ ട്രീ, ഒരു മരം വെട്ടി വീഴ്ത്താൻ പറ്റും, അതിനെ ഫെൽ എന്ന് പറയാം. വെൻ യു ഫെൽ ഡൗൺ ദ ട്രീ ഫോൾസ് ഡൗൺ. നിങ്ങൾ ഫെൽ ചെയ്യുമ്പോൾ അത് ഫോളോ ചെയ്യും. അത് ഒന്ന് അതിന്റെ പൊസിഷൻ ഒന്ന് മനസ്സിലാക്കി നോക്കുക. രണ്ട് എക്സാമ്പിൾ അങ്ങനെ പറഞ്ഞു പഠിച്ചാൽ മതി. I felled a tree that was leaning over the house. I felled. ആ ഫെൽ എന്നുള്ളതിന്റെ വെർബ് തേർഡ് ഫോം, സെക്കൻഡും തേർഡൊക്കെ വെറും ഇഡി ചേർത്ത് പറഞ്ഞാൽ മതി. അതൊരു റെഗുലർ വെർബാണ്. ചുമ്മാ ഇഡി വെച്ച് ഒരു ഇടി കൊടുത്താൽ ശരിയാക്കാവുന്ന വാക്കുള്ളൂ. ഐ ഫെൽഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വീഴ്ത്തി, വെട്ടി വീഴ്ത്തി എന്നുള്ള അർത്ഥത്തില്. നെക്സ്റ്റ് വൺ നോക്ക്, എ ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പൊ ലോസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു, അതിന്റെ ആ ലോസ്റ്റ് തന്നെ തനിച്ച് പറയുമ്പോൾ അഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇഫക്റ്റ് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ അതിന് സിമിലർ ആയിട്ടുള്ള സംഭവമാണ് എ മിസ്ഡ് കോൾ. അപ്പൊ മിസ് എന്ന വാക്ക് നോക്കൂ, മിസ്ഡ്. ഷീ ഹാസ് മിസ്ഡ് ഹെർ ബസ്, അവൾക്ക് അവളുടെ ബസ് നഷ്ടപ്പെട്ടു. ഹാസ് മിസ്ഡ്, അവിടെ ഹാസ് മിസ്ഡ് എന്ന് പറയുമ്പോൾ അത് ഹാസ് ഡൺ, തേർഡ് ഫോം ആണ്, വെർബ് തേർഡ് ഫോം ആണ്. അതല്ലാതെ എ മിസ്ഡ് കോൾ, എ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി, എ ലോസ്റ്റ് കോൾ, എ ഗുഡ് കോൾ, എ ബാഡ് കോൾ എന്ന് പറയുന്ന പോലെ വെറും അഡ്ജക്റ്റീവ് മാത്രം. ഓക്കെ, സിമ്പിൾ. നെക്സ്റ്റ് നോക്കിയേ, ഇറ്റ്സ് എ ഫാമിലി റൺ ബിസിനസ്. ഫാമിലി റൺ എന്ന് പറയുമ്പോൾ അതും അഡ്ജക്റ്റീവായി. ഹാവ് റൺ, ഹാസ് റൺ എന്ന് പറയുമ്പോൾ മാത്രമാണ് അത് വെർബ് തേർഡ് ഫോം ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഇറ്റ്സ് എ പെയ്ഡ് ജോബ്. പെയ്ഡ്, ആ തേർഡ് ഫോം പെയ്ഡ്, ഹാവ് പെയ്ഡും ഹാസ് പെയ്ഡ് എന്ന് പറയുമ്പോഴേ തേർഡ് ഫോം ആവുന്നുള്ളൂ, വെർബ് ആവുന്നുള്ളൂ. ചുമ്മാ പെയ്ഡ് എന്ന് പറയുമ്പോൾ അത് അഡ്ജക്റ്റീവായി. ഇറ്റ്സ് എ പെയ്ഡ് ജോബ്, ഇറ്റ്സ് എ പെയ്ഡ് പോസ്റ്റ്. നമ്മൾ ചില പെയ്ഡ് സീറ്റ്സ് എന്ന് പറയും, ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പറയും അത് പേയ്മെന്റ് സീറ്റ് ആണെന്നൊക്കെ പറയും. ഇറ്റ്സ് എ പെയ്ഡ് സീറ്റ്, അതൊരു എക്സ്പെൻസീവ് സീറ്റ് ആണ് എന്നുള്ള അർത്ഥത്തിൽ അതൊരു അഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യണേ. അതേപോലെ തന്നെ നോക്കിയേ, ദാറ്റ് ബുക്ക് ഈസ് എ ഗുഡ് റീഡ്. ഗുഡ് റീഡ്, റീഡ് എന്ന വാക്ക് നമ്മൾ പൊതുവെ വെർബായിട്ടാണ് മനസ്സിലാക്കുന്നത്. റീഡ്, റെഡ്, റെഡ്, അതിന്റെ സ്പെല്ലിംഗ് ഒരുപോലെ തന്നെയാണ്, ഉച്ചാരണം മാത്രമേ മാറുന്നുള്ളൂ. റീഡ്, റെഡ്, റെഡ്. പക്ഷെ തേർഡ് ഫോം റെഡ് പറയുമ്പോൾ ഹാവ് റെഡ്, ഹാസ് റെഡ് എന്ന് പറയണം. ഇനി ഇതല്ലാതെ ഈ റീഡ് എന്ന വാക്ക് നൗൺ ആയിട്ട് യൂസ് ചെയ്യും. അത് നല്ലൊരു വായന മെറ്റീരിയലാണ്, വായനാനുഭവം തരുന്ന പുസ്തകമാണ്. അത് നല്ല പുസ്തകമാണെന്നുള്ള അർത്ഥത്തിൽ കൂടെ പറയാം ഇറ്റ്സ് എ ഗുഡ് റീഡ് എന്ന് പറയും. ഇറ്റ്സ് എ ഗുഡ് റീഡ്, ഇറ്റ്സ് എ ഗുഡ് ബുക്ക് എന്ന് പറയുന്ന പോലെ തന്നെ അതാണ് റീഡ്. അതേപോലെ തന്നെ എ തോട്ട് പ്രൊവോക്കിംഗ് ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. തോട്ട് പ്രൊവോക്കിംഗ് എന്നുള്ളത് മൊത്തത്തിൽ ഒരു അഡ്ജക്റ്റീവ് ആണ്. എ ഗുഡ് ബുക്ക് എന്ന് പറയുന്ന പോലെ, ആൻ ഇൻസ്പയറിംഗ് ബുക്ക് എന്ന് പറയുന്ന പോലെയാണ് എ തോട്ട് പ്രൊവോക്കിംഗ് ബുക്ക്. അതേപോലെ തന്നെ കുറെ വേർഡുകൾ ഉണ്ടായില്ലേ, രണ്ട് എക്സാമ്പിൾ കൊടുത്തുള്ള എ ഹാൻഡ് മെയ്ഡ് സ്വെറ്റർ, ഒരു നൈസ് സ്വെറ്റർ. നെക്സ്റ്റ് നോക്കിയേ, ഫർഗെറ്റ്, ഫർഗോട്ട്, ഫർഗോട്ടൻ. കണ്ട, അതിന്റെ ആ ഉച്ചാരണം ശ്രദ്ധിക്കുക. ഫർഗെറ്റ് എന്നാണ്, അതുകൊണ്ട് ഫർഗോട്ട് എന്ന് വായിക്കരുത്. ഫർഗെറ്റ്, ഫിഗോട്ട്, ഫിഗോട്ടൻ. പക്ഷെ ഫർഗോട്ടൻ പറയണമെങ്കിൽ ഹാവ് ഫർഗോട്ടൻ, ഹാസ് ഫർഗോട്ടൻ എന്ന് തന്നെ പറയണം. അപ്പോഴാണ് അത് തേർഡ് ഫോം വന്നുള്ളൂ. ഇനി നമുക്ക് ഇറ്റ്സ് എ ലോങ് ഫർഗോട്ടൻ സ്റ്റോറി എന്ന് പറയുമ്പോൾ ലോങ് ഫർഗോട്ടൻ ആണ്, കുറെ കാലമായി മറന്നു പോയിട്ടുള്ള ഒരു കഥയാണത്, മൂടപ്പെട്ട് കിടക്കുന്ന ഒരു കഥ. ഇറ്റ്സ് എ ലോങ് ഫർഗോട്ടൻ സ്റ്റോറി, ഇറ്റ്സ് എ ബാഡ് സ്റ്റോറി, ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി എന്ന് പറയുന്ന പോലെ അഡ്ജക്റ്റീവായി. അത് അങ്ങനെ അർത്ഥമൊന്നും വ്യാഖ്യാനിക്കാൻ നിൽക്കണ്ട. അത് ഹാവും ഹാസും ഒന്നും ഇല്ലല്ലോ, തനിച്ചല്ലേ തേർഡ് ഫോം പറയണേ. അപ്പൊ അത് അഡ്ജക്റ്റീവായിട്ട് അങ്ങ് മനസ്സിലാക്കിക്കൊള്ളണം. അത്ര സിമ്പിൾ ആണത്. നെക്സ്റ്റ് നോക്കിയേ, ദ അൺസങ് ഹീറോസ്. കണ്ട, അൺസങ്, ഹാവ് സങ്, ഹാസ് സങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ഫോമായി. അൺസങ് എന്ന് പറയുമ്പോൾ വലിയ പാടിപ്പുകഴ്ത്താത്ത ഹീറോസ്, പല യുദ്ധങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഒരാളും അറിയാതെ വീരചരമം പ്രാപിക്കുന്ന, ഒരു ബഹുമതിയും കിട്ടാതെ
അങ്ങനെ കുറെ പട്ടാളക്കാരുടെ ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട്. ദേ ആർ ദ അൺസങ് ഹീറോസ് ഓഫ് ഓൾ വാർസ്. എല്ലാ യുദ്ധങ്ങളുടെയും അൺസങ് ഹീറോസ് ആണ്. അതേപോലെ തന്നെയാണ് ദ സീൻ വേൾഡ്, ദ വിസിബിൾ വേൾഡ് എന്ന് പറയുന്ന പോലെ. വേൾഡ് ആണ് നൗൺ. എന്ത് തരം വേൾഡ്? ദ വിസിബിൾ വേൾഡ്. അപ്പൊ വിസിബിൾ എന്നുള്ളത് ഈ നൗണിനെ വിശേഷിപ്പിക്കുന്നു. ദാറ്റ് മീൻസ് ഇത് അഡ്ജക്റ്റീവ് ആണ്, വിസിബിൾ. അതേപോലെ തന്നെയാണ് ദ സീൻ വേൾഡ്. കണ്ട, ഇവിടെ സീൻ എന്നുള്ളത് അഡ്ജക്റ്റീവ് ആയിട്ട്. ഇത് തേർഡ് ഫോം ആയി ഉപയോഗിക്കണമായിരുന്നുവെങ്കിൽ ഹാവ് സീൻ എന്ന് പറയണം. പക്ഷെ അത് ഇതിന്റെ കൂടെ ചേരില്ല. ഐ ഹാവ് സീൻ ദ വേൾഡ്, ഞാൻ ഈ ലോകം കുറെ കണ്ടിട്ടുള്ളതാടാ എന്നൊക്കെ പറയില്ലേ. അപ്പോ ഐ ഹാവ് സീൻ ദ വേൾഡ്, ഐ ഹാവ് സീൻ മോർ വേൾഡ് ദാൻ യു ഹാവ്. നീ കണ്ടിട്ടുള്ളതിനേക്കാളൊക്കെ കൂടുതൽ ലോകം ഞാൻ കണ്ടിട്ടുണ്ട്. നീ എന്നെ ഒന്നും പഠിപ്പിക്കാൻ വരണ്ട. ഐ ഹാവ് സീൻ, ഐ ഹാവ് ഡൺ. അത് തേർഡ് ഫോമാ. ദ സീൻ വേൾഡ് എന്ന് പറയുമ്പോൾ ദൃശ്യപ്രപഞ്ചം ഒരു അഡ്ജക്റ്റീവായി. ദാറ്റ്സ് ഓൾ. സിമ്പിൾ. നെക്സ്റ്റ് നോക്കി 17ാമത്തെ ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. ഇവിടെയും ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. ആ ഡ്രങ്ക് എന്നുള്ള വാക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഹി ഹാസ് ഡ്രങ്ക്, അവൻ കുടിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഡ്രങ്ക് തന്നെ ഒരു നൗൺ ആയിട്ട് ഉപയോഗിക്കാം. ഹീസ് എ ഡ്രങ്ക്, അവനൊരു കുടിയനാണ്. ഹീസ് എ ഡ്രങ്ക്. ഡ്രങ്കാർഡെന്നും പറയണ്ട. ഹീസ് എ ഡ്രങ്ക്. തേർഡ് ഫോം ആയിട്ടുള്ള ഈ ഡ്രങ്ക് തന്നെ നമുക്ക് അഡ്ജക്റ്റീവ് ആയിട്ടും യൂസ് ചെയ്യാം, നൗൺ ആയിട്ടും യൂസ് ചെയ്യാം. ഹി ഈസ് ഡ്രങ്ക്. അപ്പൊ എവിടെ ഡ്രങ്ക് ഉപയോഗിച്ചിരിക്കുന്നത്? ഹി ഈസ് ബാഡ് എന്ന് പറയുന്ന പോലെ. കണ്ട, ബാഡ് അഡ്ജക്റ്റീവ് ആണ്, നമുക്ക് എളുപ്പം അറിയാം. ഹി ഈസ് ഡ്രങ്ക്, ഹി ഈസ് ബാഡ്. അതേപോലെ ഹി ഈസ് എ ഡ്രങ്ക്. എ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നൗൺ ആയില്ല. ഹി ഈസ് എ ഡോക്ടർ എന്ന് പറയുന്ന പോലെ ഹി ഈസ് എ ഡ്രങ്ക്, അവനൊരു കുടിയൻ ആണ്. മറ്റേത് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ. പിന്നെ ഈ ഡ്രങ്ക് പോലെ തന്നെ മറ്റൊരു വാക്കാണ് ഡ്രങ്കാർഡ് എന്ന് ഉപയോഗിക്കാം. ഹീസ് എ ഡ്രങ്കാർഡ് എന്ന് പറയും, കുടിയനാണ്. മറ്റൊരു വാക്കാണ് ഡ്രങ്കൻ ഫാദർ എന്ന് പറയും ചില സമയത്ത്. കുടിയനായ അച്ഛൻ. അപ്പൊ കുടിയനായ എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. ഹിസ് ഡ്രങ്കൻ ഫാദർ ഈസ് എ നോയിസൻസ്, ഒരു വലിയ ശല്യാണ് അവന്. ഇനി നെക്സ്റ്റ് ഗ്രൂപ്പ് നോക്കിയേ 19ാമത്തെ ചൂസ്, ചോസ്, ചോസൻ. തേർഡ് ഫോം ചോസൻ. അതിൽ നമുക്ക് ഹീസ് ദ ചോസൻ മാൻ. അതിൽ നമ്മൾ തേർഡ് ഫോം അല്ലാതെ അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രയോഗം ഒക്കെ ആ ഒരു കോമൺ ലോനെ ബേസ് ചെയ്തിട്ടാണ് ഇതിലത്തെ മെജോറിറ്റി ഓഫ് ഐറ്റംസ് ഒക്കെ എടുക്കുന്നത്. അതായത് വെർബ് തേർഡ് ഫോംസിനെ മറ്റു പല സ്ഥലത്തും ഈ ഹാവും ഹാസും ഇല്ലാതെ കാണുന്നുണ്ട്. ഇതൊരുപാട് ആശയക്കുഴപ്പം ഈ പഠിച്ചു വരുന്ന ഭാഷയിൽ ഗ്രിപ്പ് കിട്ടി വരുന്ന സമയത്ത് ആളുകളുടെ ആകെ അമ്പരപ്പുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ആ ഒരു ഭാഗം ഇതോടെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫൺ ഫാക്ട് ഈ സമയത്ത് തന്നത്. കാരണം അത് ആ തേർഡ് ഫോംസിന്റെ പഠനവുമായി ബന്ധപ്പെട്ടിട്ട് ഈ സമയമാണ് അതിന്റെ പെർഫെക്റ്റ് ടൈം, ദ ആപ്റ്റ് ടൈം. അതുകൊണ്ടാണ് ഇതിപ്പോ പറയുന്നത്. ഇനി ലാസ്റ്റ് നമുക്ക് ഒരു ചെറിയൊരു രസകരമായ ഒരു ഇതൊന്നും പറയാം. ലൈ എന്നുള്ളൊരു വെർബ്. ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് കോമ്പിനേഷൻ ഉണ്ട് അതിന്റെ. ലൈ, നുണ പറയുക. അപ്പൊ ആ അർത്ഥത്തിൽ കൂടെ ലൈ, ലൈഡ്, ലൈഡ്. നുണ പറയുക, നുണ പറഞ്ഞു, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലൈഡ് എന്ന് പറയുമ്പോൾ തേർഡ് ഫോം ആയിട്ട് ഉപയോഗിക്കുമ്പോ ഹി ഹാസ് ലൈഡ് ടു മീ. ഇവിടെ ശ്രദ്ധിക്കണം, നുണ പറയുക എന്ന് പറയുമ്പോൾ ലൈ ടു സംബഡി എന്ന് പറഞ്ഞു കേട്ടോ. ലൈ ടു സംബഡി. ഹി ലൈഡ് ടു മീ, അവൻ എന്നോട് നുണ പറഞ്ഞു. ഇതൊരു അബദ്ധം ഒരിക്കലും ഉണ്ടായിട്ടുണ്ട്. ഒരു ക്ലാസ് റൂമിൽ ഒരു പെൺകുട്ടി 1-2 ദിവസം ലീവ് എടുത്തു. പിന്നെ ക്ലാസ്സിൽ വന്നപ്പോൾ ടീച്ചർ ചോദിച്ചു, വാട്ട് വാസ് ദ റീസൺ, വൈ വർ യു ആബ്സെന്റ് എന്ന് ചോദിച്ചപ്പോൾ ഷീ ടോൾഡ് സം ടെക്നിക്കൽ റീസൺസ്. നമ്മൾ പറയാറില്ലേ തലവേദനയും പനിയുമായിരുന്നു, അങ്ങനെയൊക്കെയുള്ള കുറെ ടെക്നിക്കൽ റീസൺസ് പറയുന്ന പോലെ എന്തോ കാഷ്വൽ റീസൺസ് പറഞ്ഞു. അപ്പൊ മാഷക്ക് അത് ബോധിച്ചില്ല. ഉടനെ തന്നെ അല്പം ഇത്തരത്തിലുള്ള ഇംഗ്ലീഷ് വേരിയേഷൻസ് ഒന്നും അധികം അറിയാത്ത ഒരു സാധാരണ ഒരു പാവം മാഷായിരുന്നു. അവള് എല്ലാ കുട്ടികളും കേൾക്കാണ് ചോദിക്കുന്നത്, ആർ യു ലൈയിങ് വിത്ത് മീ, നീ എന്നോട് നുണ പറയുകയാണോ എന്നാണ് ചോദിച്ചത്. പക്ഷെ ലൈയിങ് വിത്ത് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവ് സെക്ഷുവൽ ഇന്റർകോഴ്സ് എന്ന്, അത് വേറൊരു ടൈപ്പിലേക്ക് പോകും. അടുത്ത ദിവസം കൊണ്ട് ആ കുട്ടി സ്കൂളിലെ പഠിത്തം അവസാനിപ്പിച്ചു എന്നാണ് പറഞ്ഞു കേട്ടത്. കഥയാണ്. ഓക്കെ. അപ്പൊ ലൈ പറയുമ്പോ ഒരല്പം ശ്രദ്ധിക്കണം. അപ്പൊ ലൈ ടു സംബഡി, ലൈ വിത്ത് സംബഡി ഇസ് ഡിഫറെന്റ്. ഓക്കെ. നെക്സ്റ്റ് ആ ലൈ എന്നുള്ള വാക്ക് പോലെ തന്നെ അപ്പൊ കിടക്കലും നുണ പറയലും തമ്മിലുള്ള ഒരു പ്രോബ്ലം ആണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് ലൈ എന്ന വാക്ക് കിടക്കുക എന്നുള്ള അർത്ഥം പറഞ്ഞില്ല, ആ അർത്ഥത്തിൽ കൂടെ ഉപയോഗിക്കുമ്പോൾ ലൈ, ലേ, ലെയിൻ. ഞാൻ കിടന്നു എന്ന് പറയുമ്പോൾ ഐ ലേ ഓൺ ദ കോട്ട്, ഐ ലേ എന്ന് പറയും, ഞാൻ കിടന്നു. അപ്പൊ ലൈ, ലേ, ലെയിൻ. കിടക്കുക എന്നുള്ള അർത്ഥത്തിൽ കൂടെ അങ്ങനെ വേണം പറയാൻ വേണ്ടിട്ട്. വേറൊരു സാധാരണ വാക്കാണ് ലേ, ലെയ്ഡ്, ലെയ്ഡ്. ആ ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെക്കുക, പതുക്കെ വെക്കുക. യു ലേ മൈ സൂട്ട് കേസോ മറ്റു സാധനങ്ങളൊക്കെ ബെഡിൽ വെക്കൂ എന്ന് പറയുമ്പോൾ ലൈറ്റ് ഓൺ ദ ടേബിൾ, ലൈറ്റ് ഓൺ ദ കോട്ട്. ലേ എന്ന് പറയാ, വെക്കുക. ലേ, ലെയ്ഡ്, ലെയ്ഡ്. തേർഡ് ഫോം ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഹാവ് ലെയ്ഡ്. പക്ഷെ ലേ എന്ന വാക്കിന്റെ അർത്ഥം വെക്കുക, അല്ലെങ്കിൽ മുട്ടയും കോഴികളൊക്കെ മുട്ടയിടുന്നില്ല, അതിനെ ലേ എഗ്സ് എന്ന് പറയാം. നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു ടീച്ചർക്ക് ഒരു അബദ്ധം ഒരിക്കലും പറ്റിയിട്ടുണ്ട്. ടീച്ചർക്ക് പറ്റിയ അബദ്ധമല്ല, നമ്മൾ പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാവാതെ ആളുകൾ കമ്മ്യൂണിക്കേറ്റ്
തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ പറ്റിയുള്ള ഒരു അബദ്ധമാണ്. ടീച്ചർ കണക്ക് പഠിപ്പിക്കുമ്പോൾ പറയാണ്, ഇമാജിൻ ഐ ലേ 2x here and 2 lakhs here. ഇവിടെ ഞാൻ ഇവിടെ വെക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ടീച്ചർ ഉദ്ദേശിക്കുന്നത്. ഐ ലേ 2x here and 2x here. How many eggs are there? എന്ന് ചോദിക്കുകയാണ്. അത് ആക്ച്വലി there are 4 eggs എന്നാണ് പറയേണ്ടത്. ഒരു കുട്ടീനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, മഹേഷ് സ്റ്റാൻഡ് അപ്പ് ആൻഡ് ആൻസർ മീ, ഹൗ മെനി എഗ്സ് ആർ ദെയർ എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയാണ്, പേഴ്സണലി ഐ ഡോണ്ട് തിങ്ക് യു ക്യാൻ ലേ ദാറ്റ് മെനി എഗ്സ് മിസ് എന്ന്. മിസ്സിന് അത്രയും എഗ്സ്, അത്രയും മുട്ടകൾ അവിടെ ഇടാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന്. ഈ എഗ്ഗിന്റെ അർത്ഥം ഈ ലേ എന്ന വാക്കിന്റെ രണ്ടാമത്തെ അർത്ഥമാണ് അവ ഉദ്ദേശിച്ചത്. നാരംബോക്കിന് പറഞ്ഞതാണെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് ഈ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ പറയാലോ. ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങള് കമ്മ്യൂണിക്കേഷനിൽ സ്വാഭാവികമായിട്ടും പലപ്പോഴും സംഭവിക്കും. അതിന് കാരണം നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമാകണമെന്നില്ല കേൾക്കുന്ന ആള് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ഓർ വി ക്യാൻ സേ നോയ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഈസ് ദ ടെക്നിക്കൽ ജാർഗൺ ഫോർ ദാറ്റ്, അത് സംഭവിക്കുന്നത്. ഒരിക്കല് ഡൽഹി ഭാഗത്തുള്ള ഒരു മിലിറ്ററി ഹോസ്പിറ്റലില് ഇതുപോലെ വിചിത്രമായിട്ടൊരു സംഭവം നടന്നു. ഒരു ജോട്ട് ബുക്കിൽ വായിച്ചിട്ടുള്ളതാണ്. ഈ മിലിറ്ററി കമാൻഡർ ഒരിക്കല് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ he noticed something strange in the way the nurses wore their uniforms. യൂണിഫോമിൽ അവർക്കൊരു കോഡുണ്ട്, അതായത് വൈറ്റ് ഡ്രസ്സിംഗ് എന്നുള്ള സംഭവമുണ്ട്. ബട്ട് he noticed that many of the nurses were wearing color socks. ഇത് കണ്ടപ്പോൾ ദേഷ്യം വന്നുള്ള കുപിതനായിട്ടുള്ള കമാൻഡർ അപ്പൊ തന്നെ ഓർഡർ ഇട്ടു, nurses should wear nothing but white socks എന്ന് പറഞ്ഞിട്ട് ഒരു കമാൻഡ് പുറപ്പെടുവിച്ചു. നഴ്സുമാരതൊക്കെ കേട്ട് ആകെ പകച്ചു പോയി. ഷോ എന്നുകൊണ്ട് ഇങ്ങനെ ആകെ തലയിൽ കൈവച്ചു. പക്ഷെ അനുസരിക്കാതിരിക്കാൻ സാധിക്കില്ല. മിലിറ്ററി ഓർഡറാണ്. മിലിറ്ററി സംബന്ധിച്ചിടത്തോളം ഒബേ ഫസ്റ്റ്, എന്നിട്ട് ജീവനുണ്ടെങ്കിൽ തലയുണ്ടെങ്കിൽ മാത്രമേ ചോദ്യം ചെയ്യാൻ വരാൻ പറ്റുള്ളൂ. അതാണ് മിലിറ്ററി ഓർഡർ. അപ്പൊ നെക്സ്റ്റ് ഡേയില് കമാൻഡർ ഇത് പാലിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന്റെ അടുത്ത് ഇവിടെ നോക്കിയപ്പോൾ ഹോസ്പിറ്റലിലാകെ പൂരെ തിരക്ക്. ജനാലയെക്കൂടെയും വാതിൽക്കൂടെയും ഒക്കെ പട്ടാൾക്കാർ ഇടിച്ച് കയറണ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കയറി പറ്റാൻ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. നോക്കിയപ്പോ മറ്റൊന്നല്ല, ഈ നഴ്സുമാര് ചെയ്തൊരു കടുങ്കൈ. They were wearing only white socks and nothing else. വൈറ്റ് സോക്സ് മാത്രം ധരിക്കാൻ പാടുള്ളൂ എന്നല്ലേ കമാൻഡർ പറഞ്ഞേ. നഴ്സുമാര് ആ വൈറ്റ് സോക്സ് മാത്രം ധരിച്ചുകൊണ്ടാണ് അന്ന് ഡ്യൂട്ടി കയറി, വേറെ ഒന്നും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തിരക്കില്ലാണ്ടിരിക്കോ, എല്ലാ സൂക്കേടുള്ളവരും സോക്കേടുള്ളവരും ഒക്കെ കയറി പറ്റാൻ നിൽക്കായിരുന്നു ബെഡുകളിൽ കയറി കിടക്കാൻ. എല്ലാ പട്ടാൾക്കാരും എല്ലാം മാറ്റിവെച്ചിട്ട് മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് ഇരമ്പി വരും. കാരണം കമാൻഡറിന്റെ ഓർഡർ എന്തായിരുന്നു, nurses should wear nothing but white socks എന്ന്. അതായത് അയാൾ ഉദ്ദേശിച്ചത് വൈറ്റ് സോക്സ് അല്ലാതെ മറ്റൊരു കളറിലുള്ളതും ധരിക്കാൻ പാടില്ല എന്നാണ് അയാൾ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവര് വിചാരിച്ചത് വൈറ്റ് സോക്സ് അല്ലാതെ മറ്റൊന്നും ധരിക്കാൻ പാടില്ല എന്നുള്ളൊരു അർത്ഥമാണ് ഈ പാവ നഴ്സുമാരെടുത്തത്. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു നെക്സ്റ്റ് ഡേയിലുള്ള ഈ പൂരത്തിരക്ക്. ഓക്കെ, എന്തായാലും കമ്മ്യൂണിക്കേഷനിൽ ഇങ്ങനെ കുറെ നേരമ്പോക്കുകളൊക്കെ സംഭവിക്കാം. റിയൽ ലൈഫിലും ജോക്കുകളിലൊക്കെ ഇങ്ങനെ ഒരു കുറെ സംഗതികളെ കുറിച്ച് വായിക്കാനും അറിയാനൊക്കെ പറ്റും. ബിക്കോസ് we need fun to entertain or to enjoy our life. Just for that. Take it in that spirit. Don't take it in a wrong way. അപ്പോൾ ഒരല്പം നേരം പോക്ക് ഇന്നത്തെ ദിവസം കിട്ടിയില്ല, ഒരല്പം ഒരു ലൈറ്റ് വെയിറ്റ് ആയില്ലേ. അപ്പൊ ഇങ്ങനത്തെ ടെക്നിക്കൽ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കമ്മ്യൂണിക്കേഷൻ സ്ട്രേറ്റ് ഫോർവേഡും സിമ്പിളും ആക്കാൻ വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള വേർഡ്സും അതിന്റെ പ്രയോഗങ്ങളും അതിന്റെ ഡിഫറെന്റ് നുവൻസസ് എന്നൊക്കെ പറയും, ഏതൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ള അതിന്റെ കംപ്ലീറ്റ് റേഞ്ച്, ദ ഗാമറ്റ്, അത് അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇതൊന്നും മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ ലാംഗ്വേജ് ലേണിംഗ് ബിക്കംസ് ഗ്രേറ്റ് ഫൺ and we can become highly effective in our communication. Okay, so we will meet again with another interesting information in the next class. Till then, bye bye, take care.